കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. മരട് സ്വദേശി എം ചന്ദ്രശേഖരനിൽ നിന്ന് 1,27,000 രൂപ നഷ്ടപ്പെട്ടു. ദില്ലി എയർപോർട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. ലേബി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ. ലേബി സജീന്ദ്രൻ, തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിൽ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ കൂടി തട്ടിപ്പിനിരയാകുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹത്തെ തട്ടിപ്പിന് ഇരയാക്കിയത്? സുജയ, മിനിഞ്ഞാന്ന് അതായത് 10-ാം തീയതി രാവിലെ 9 മണിക്ക് മരട് സ്വദേശി എം ചന്ദ്രശേഖരൻ, അദ്ദേഹം മുൻ BSNL ജീവനക്കാരൻ കൂടിയാണ്, അദ്ദേഹത്തിന് ഫോൺ സന്ദേശം വരുന്നു. ഡൽഹി പോലീസിൽ നിന്ന് എന്ന വ്യാജേനയാണ് ഒരു ഫോൺ സന്ദേശം രാവിലെ വരുന്നത്. ആ ഫോൺ സന്ദേശത്തിൽ പറയുന്നത്, ഇദ്ദേഹം ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം മലയാളത്തിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു മലയാളിക്ക് ഫോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു. മലയാളി സംസാരിക്കുന്നു. മലയാളി പറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരിൽ എയർപോർട്ടിൽ, ഡൽഹി എയർപോർട്ടിൽ ഒരു പാഴ്സൽ എത്തിയിട്ടുണ്ട്. ആ പാഴ്സലിൽ ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ ATM കാർഡുകൾ, ഒപ്പം കുറെ ആധാർ കാർഡിൽ, ഇതെല്ലാം വ്യാജമാണ്. ഇങ്ങനെ കുറെ പാഴ്സൽ അവിടെ എത്തി. ഒരു പാഴ്സലിൽ ഇത്രയും സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അത് അവിടുത്തെ ഡൽഹി കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നു. കസ്റ്റംസ് അത് പോലീസിന് കൈമാറി. അത് വലിയ കേസായി മാറി. നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞാണ് കോൾ. സുജയ്, ഇപ്പോൾ എം ചന്ദ്രശേഖരൻ തന്നെ നമുക്കൊപ്പമുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് പണം നഷ്ടപ്പെട്ടത്? മാഡം, എൻ്റെ ഡിസംബർ 10-ാം തീയതി എനിക്കൊരു കോള് വന്നു ഡൽഹി എയർപോർട്ടിൽ നിന്ന്. അവർ പറയുന്നത് ഡിസംബർ 3-ാം തീയതി നിങ്ങളുടെ പേരിലൊരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ കുറച്ച് പാസ്പോർട്ട്, കുറച്ച് ലഹരി ഇതുകൾ, ATM കാർഡ്, പാൻ കാർഡ് എന്നിവ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പേരിൽ കേസുണ്ട്, അത് ഞങ്ങൾ ഡൽഹി പോലീസിന് കൈമാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡൽഹി പോലീസ് അപ്പോൾ പറഞ്ഞു, എനിക്ക് ഹിന്ദി ബാക്കിയുള്ള ഒന്ന് തപ്പിത്തടഞ്ഞ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഹിന്ദി അറിയില്ല, മലയാളമുള്ള ആരെങ്കിലും ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. ഈ ഉടനെ ഒരു സുനിൽ കുമാർ, ഡൽഹി പോലീസിലെ സുനിൽ കുമാർ വീഡിയോ കോൾ ചെയ്തു എന്നോട്. വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ പേരിൽ ഭയങ്കര തട്ടിപ്പ് എടുത്തുണ്ട്. പിന്നെ സഞ്ജയ് സിംഗ് എന്ന് പറഞ്ഞ ആൾ UP-ലോ എവിടെയുള്ള ആൾ മനുഷ്യക്കള്ളക്കടത്തിൻ്റെ ആളാണ്, അതിൻ്റെ ഏജൻ്റാണ് ഞാൻ. അതിൽ 350 കോടി അങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് അതിൽ അങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ 10% കമ്മീഷൻ എൻ്റെ പേരിൽ അയച്ചിട്ടുണ്ട്. എന്നുവെച്ച് പറയുമ്പോൾ 38 കോടി എൻ്റെ പേരിൽ അയച്ചിട്ടുണ്ട്. എനിക്ക് ICICI ബാങ്കിലും HDFCയിലും അക്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് ഇപ്പോൾ നിലവിലുള്ള എത്ര എമൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1,47,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നോട് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡും ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഉടനെ പേടിച്ച് വാട്സപ്പ് ചെയ്തു. എൻ്റെ മോള് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. മോളോടും ഇത് പറഞ്ഞില്ല, മറ്റാരോടും പറഞ്ഞില്ല. ആരോടും പറയരുത്, നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ മകളോടോ മരുമകനോടോ ഒരാളോടും പറയരുത്. പറഞ്ഞാൽ നിങ്ങൾക്ക് കേസിനെ ബാധിക്കും, നിങ്ങൾ വീണ്ടും അകത്താവും, നിങ്ങൾ ഉടനെ എന്നെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. ഞാൻ പേടിച്ച് എൻ്റെ മോളോട് പറഞ്ഞില്ല. മോളോട് ഇന്ന് രാവിലെ പറഞ്ഞത്. എന്ത് ചെയ്തു? പെട്ടെന്ന് ഉടനെ തന്നെ ഞാൻ പൈസ 3 ടേമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, 3 ടേമാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് 47,000 ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ID നമ്പറും ഒക്കെ അവർ തന്നു. അതിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറെ കേസെടുക്കുന്ന പേരിലാണ് പണം തട്ടിയെടുത്തത്. തട്ടിപ്പിനിരയായ ആളാണ് ഇപ്പോൾ തത്സമയം ലേബിയിലൂടെ നമ്മളിലേക്ക് എത്തിയത്.